നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളിൽ മോദി സർക്കാരിന്റെ മേൽക്കൈ എപ്പോഴും വികസനം തന്നെയാണ്. അത് റെയിൽവേയിലാണെങ്കിലും ഗതാഗതത്തിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും മോദി സർക്കാർ ഒന്നാമത് തന്നെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിമാനത്താവളങ്ങളിലേതുപോലെ സമാനമായ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന 132 സീറ്റുകളുള്ള ഇലക്ട്രിക് ബസ് പ്രൊജക്റ്റ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. മലിനീകരണം ഉണ്ടാകാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുകയെന്നും സാധാരണ ഡീസൽ ബസ്സുകളെ അപേക്ഷിച്ച് കൂടുതൽ ലാഭകരമായിരിക്കും ഈ ബസ്സുകളെന്നും NDTV ഇൻഫ്രാശക്തി അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ മന്ത്രി പറഞ്ഞു. ടാറ്റയുമായി ചേർന്നുള്ള പൈലറ്റ് പ്രോജക്റ്റാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. റിംഗ് റോഡിൽ 49 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 132 സീറ്റുകളുള്ള ഇലക്ട്രോണിക് ബസ്സുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ 40 കിലോമീറ്ററിലും സ്റ്റോപ്പുകളിൽ 40 സെക്കൻഡിനകം ഈ ബസ്സുകൾ റീചാർജ് ചെയ്യപ്പെടുന്നു. സുഖപ്രദമായ ഇരിപ്പിടം, എയർ കണ്ടീഷനിങ്, ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന എയർ ഹോസ്റ്റസുകൾ പോലെയുള്ള സൗകര്യങ്ങളും ഈ ബസ്സിലുണ്ടാകും. ഈ ബസ്സുകളിലെ യാത്രയ്ക്ക് കണക്കാക്കുന്ന ചെലവ് കിലോമീറ്ററിന് 35 മുതൽ 40 വരെയാണ്. മലിനീകരണത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കയെക്കുറിച്ചും ഗഡ്കരി സംസാരിക്കുകയുണ്ടായി. വ്യക്തിപരവും പൊതുഗതാഗതവും ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ എടുത്തു പറഞ്ഞു. മലിനീകരണം നേരിടാൻ വിവിധ നടപടികളും ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശീയവും ചെലവ് കുറഞ്ഞതും മലിനീകരണരഹിതവുമായ ഗതാഗത പരിഹാരങ്ങളുടെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. മലിനീകരണം ഇന്ത്യയുടെ പ്രധാന പ്രശ്നമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഇലക്ട്രിക് വാഹനങ്ങൾ, ഇന്ത്യൻ ഓയിലിന്റെ 300 എത്തനോൾ പമ്പുകൾ, ഫ്ലെക്സ് വാഹനങ്ങൾ തുടങ്ങിയ സംരംഭങ്ങൾ പെട്രോളിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുഗതാഗത ചെലവ് കുറയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും ഗഡ്കരി വ്യക്തമാക്കി. ഡീസൽ ബസ്സുകളുടെ പ്രവർത്തന ചെലവ് കിലോമീറ്ററിന് 115 രൂപയും AC ഇലക്ട്രിക് ബസ്സുകൾക്ക് 41 രൂപയും സബ്സിഡിയുള്ള നോൺ AC ബസ്സുകൾക്ക് 37 ആണെന്നും സബ്സിഡികളില്ലാതെ ടിക്കറ്റ് നിരക്ക് 15 മുതൽ 20% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും ഗഡ്കരി പറയുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയുടെ ദേശീയപാതയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായി അറിയാം. അതുപോലെ തന്നെയാണ് ഗതാഗത രംഗത്തും ഇന്ത്യ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് കുതിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.